വീട്ടിൽ വരുന്നവരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ ലിവിംഗ് റൂം ഡിസൈൻ ചെയ്താൽ മതി. പക്ഷെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് വേണ്ടി പ്രധാനമായി ചെയ്യുന്നത് നമ്മുടെ ബെഡ്റൂം ഇന്റീരിയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു ബെഡ്റൂം എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത്. ഒന്നാമതായി ബെഡ്റൂമിന്റെ സൈസ് അനുസരിച്ച്, അതായത് നീളവും വീതിയും അനുസരിച്ച് അത് സോണിങ് ചെയ്യുക. നമ്മൾ കയറി വരുന്ന ഒരു സ്പേസ്, ബെഡ് ഇടുന്ന ഒരു സ്പേസ്, സ്റ്റോറേജ് സ്പേസ്, അതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് നമ്മൾ ബെഡ് ചൂസ് ചെയ്യുമ്പോൾ ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ കോട്ട് ബെഡ് മതിയാവും. നമ്മൾ ഫാമിലി കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിങ് സൈസ് ബെഡ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റോറേജ് സ്പേസ്. അത് നമ്മൾ വാർഡ്രോബ് രീതിയിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. റൂമിന്റെ ഒരു ഭിത്തി മുഴുവനായും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നതാണ്. കൂടാതെ റൂമിന്റെ ഒരു ഭംഗിയും കൂട്ടാൻ നമുക്ക് സാധിക്കും. വാർഡ്രോബ് ചെയ്യുമ്പോൾ നോർമൽ എല്ലാവരും 7 ഫീറ്റിലെ ഹൈറ്റ് വരെ ആയിരിക്കും നിർത്തുന്നത്. നമുക്ക് അതിന് മുകളിലുള്ള സ്പേസും കൂടി ചെയ്യുവാൻ ഈ ഒരു താഴത്ത് വാർഡ്രോബ് ചെയ്യുന്ന അത്രയും കോസ്റ്റ് നമുക്ക് മുകളിൽ ലോഫ്റ്റ് ചെയ്യുന്നതിന് വരുന്നതല്ല. കൂടാതെ തന്നെ ബെഡ് സെലക്ട് ചെയ്യുമ്പോൾ സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ബെഡ് കൂടെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ഉപയോഗിക്കാത്ത വല്ലപ്പോഴും എടുക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഈ ബെഡിന്റെ താഴെയും ഈ പറഞ്ഞ വാർഡ്രോബിന്റെ മുകളിലുള്ള ലോഫ്റ്റ് സ്പേസിലും നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. റൂമിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിന്റെ ലൈറ്റിങ്. സാധാരണ നമ്മൾ മുമ്പ് വീടുകളിൽ ചെയ്തിരുന്നത് ഏതെങ്കിലും 2 വാളില് ലൈറ്റ് പോയിന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ സീലിംഗ് ലൈറ്റ് ആണ് മിക്ക വീടുകളിലും മിക്ക സ്ഥാപനങ്ങളിലും ഉപയോഗിച്ചു വരുന്നത്. നോർമലി ഇപ്പൊ ഒരു 8 വാട്ടിന്റെ ഒരു 4 ലൈറ്റ് നമ്മൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു റൂമിലേക്ക് ആവശ്യമായ വെളിച്ചം ലഭിക്കുന്നതാണ്. അഡീഷണലായി ഒരു വാളിലൊരു ലൈറ്റ് ഓപ്ഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കൊരു കോസി അറ്റ്മോസ്ഫിയർ ലഭിക്കുവാൻ വേണ്ടി ആംബിയൻസ് ലൈറ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് സീലിംഗിലെ LED സ്ട്രിപ്പ് വഴിയും ബെഡിൽ സ്ഥാപിക്കാവുന്ന LED സ്ട്രിപ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് നല്ല മനോഹരമായ ഒരു ബെഡ്റൂം ലഭിക്കുന്നതാണ്.